ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോയാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ഇൻ്റർഫേസിങ് ഫാബ്രിക്കാണ് എടുക്കേണ്ടത്. അതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു. ക്ലോസ് ആയ സൈഡിൽ നിന്ന് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചാണ് എടുത്തത്, അതെടുക്കുക. അതുപോലെ തന്നെ ലെങ്ത് നമുക്ക് എത്രയാണോ ആ ലെങ്തും എടുക്കുക. നമ്മളിപ്പോൾ 6 ഇഞ്ച് ലെങ്താണ് എടുത്തത്. എന്നിട്ട് നമ്മളിതാ അതിനൊരു ബോക്സ് വരയ്ക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കർവ് വരച്ച് കൊടുത്താൽ മതി. ഇതുകൊണ്ട് നീറ്റായിട്ടൊരു റൗണ്ട് നെക്ക് നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് ഒരു ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു കർവ് കൂടെ വരച്ച് കൊടുത്ത് ആ ഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആ വരച്ചു കൊടുത്ത വരയിലൂടെ തന്നെ വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അടുത്ത ഭാഗവും ഇതുപോലെ അതിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ കട്ട് ചെയ്തു. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇപ്പം ലഭിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഫോൾഡ് ചെയ്ത് ഒരല്പം കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പം ലഭിക്കുവേ. ഇങ്ങനെ കിട്ടിയതിനെ നമ്മൾ രണ്ടായിട്ട് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഈ സെൻറ്ററുകളെ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആ സെൻറ്റർ ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം ഈ സൈഡ് നമ്മൾ ഇതുപോലെ ആ എഡ്ജിൽ കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇൻ്റർഫേസിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നമ്മൾ നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരല്പം സീം അലവൻസ് ഇട്ടതിന് ശേഷം ഈ ഉള്ളിലെ ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ത്രെഡിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ കർവൊക്കെ നല്ല നീറ്റായി വരാൻ വേണ്ടിയാണ്. ഇനി ഇതുപോലെ തിരിച്ചിട്ട് ഇതിനെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനുള്ള വീഡിയോയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിപ്പം ലഭിക്കും. ഇതുപോലെയാണ് നമ്മളിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഭാഗത്തെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. അയൺ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഇന്നർ സൈഡ് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഒരു റൗണ്ട് നെക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.